എന്നിട്ട് പാറു അവൻ വന്ന് എന്റെ കയ്യിൽ കൊട പിടിച്ചു വാങ്ങിയിട്ട് ഒരൊറ്റ പോക്ക. അയ്യോ എന്നിട്ട് കൊടയോ? കൊട വീട്ടിൽ മുട്ടുന്ന കിട്ടി. എങ്ങനെ? ചേച്ചി എടുത്തോണ്ട് വന്നു. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അല്ല പോട്ടെ, അവൻ കാണാൻ എങ്ങനെയുണ്ടായി? കാണാനൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. പാറു നിനക്ക് ചിലപ്പോൾ തോന്നിയതാവോ? അതെ അതെ, കൊടയൊന്നും പോയിട്ടുമില്ല, അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പൊ ഇത് തോന്നിയതായിരിക്കോ? അല്ല അല്ല അല്ല, എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടു, സത്യമായിട്ട് ഞാൻ കണ്ടു. അയ്യോ അപ്പൊ സത്യമായിരിക്കും. ഇല്ല ഈ പാതിരാത്രിക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തില്ലല്ലോ. ഇവിടെ ആരും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, ഞാൻ ശരിക്കും കണ്ടതാ. നിങ്ങളെങ്കിലും വിശ്വസിക്കുമെന്ന് ഓർത്തു. ഞങ്ങൾക്ക് വിശ്വാസാ പാറുവിനെ. എന്നാലും ആ ചെറുക്കനെ അങ്ങോട്ട് പോയി. മുമ്പെങ്ങാനും കണ്ട വലിയ പരിചയമുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഈ പരിസരത്ത് പോലും അങ്ങനെ എടുത്തിട്ട് കണ്ടിട്ടില്ല. അയ്യോ ഇത് ഉറപ്പാ കൊടക്കള്ളന്മാര് തന്നെയാ. ഇനി ആരെങ്കിലും കണ്ടെന്ന് ഓർത്ത് ഇട്ടിട്ട് പോയതായിരിക്കും. അതുമല്ലെന്നാ തോന്നുന്നേ, നമ്മുടെ അത്രേ ഉള്ളൂ. കാണാനൊക്കെ നല്ല മിടുക്കനാ. അതോ ഞാനോ മൈക്കിൽ പോയത് നന്നായി. ഇനി അവൻ ആലോചിക്കണ്ട, വേറെ ആരെങ്കിലും ഒക്കെ കിട്ടുമോന്ന് ആലോചിച്ചു. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. എനിക്ക് അവൻ ആരാന്നും അറിയത്തില്ല, എവിടുന്ന് വന്നെന്നും അറിയില്ല, എങ്ങോട്ട് പോയെന്നും അറിയില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് കളർ ചെക്ക് ഷർട്ട് ഇട്ടിരുന്നേ. പിന്നെ അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. ഏകദേശം അതുപോലെ. അയ്യോ ഞാനിപ്പോ കണ്ട്, സത്യമായിട്ട് ഞാൻ കണ്ട്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയാവും. അത് ഒരുപാടായില്ലേ, നമുക്ക് പോവാം. ഒന്ന് കിടന്ന് ഉറങ്ങട്ടോ, എന്നിട്ട് രാവിലെ നമുക്ക് കാണാവേ. നാളെ എന്തായാലും ക്ലാസ്സിലല്ലോ, മണിയേക്കല്ലേ. ഞങ്ങൾ രാവിലെ ഇങ്ങെത്താം. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങട്ടോ. അങ്ങനെ പാറു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പാറു. അയ്യോ പോവല്ലേ, ചേട്ടാ ഇതെന്തോന്ന്? ആരും കൊണ്ട് വിശ്വസിക്കണില്ല. ഇനി എനിക്ക് തോന്നുന്നതാണ് എന്തോ. ചേച്ചി അല്ലേ, ആവശ്യത്തിന് വിളിക്കാം. ഒരു രക്ഷയില്ല, പോയി നോക്കിക്കളയാ.